ചരിത്ര സ്മാരകമായ കോഴിക്കോട് ഫറോക്കിലെ ടിപ്പു കോട്ട നാശത്തിന്റെ വക്കിലാണ്. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കോട്ട ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. കോട്ട സംരക്ഷിക്കണം എന്ന ആവശ്യം ശക്തമാക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും. 1991 സംസ്ഥാന സർക്കാർ ഈ കോട്ടയും ഇതോടനുബന്ധിച്ചുള്ള 31 ഹെക്ടർ ഭൂമിയും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം കഴിഞ്ഞ് 3.5 പതിറ്റാണ്ട് ആകുമ്പോഴും ഇതാണ് കോട്ടയുടെ അവസ്ഥ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള മനോഹരമായ കോട്ടയായിരുന്നു ഇത്. 1785 ടിപ്പു സുൽത്താൻ നിർമ്മിച്ച കോട്ട ഇപ്പോൾ കാടുപിടിച്ചും ചിതലരിച്ചും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഖനനത്തിൽ വിലമതിക്കാനാവാത്ത ചരിത്രശേഷിപ്പുകൾ കണ്ടെടുത്തിരുന്നു. ടിപ്പുവിന്റെ യുദ്ധകാലത്തിന്റെ അവശിഷ്ടങ്ങളായ ഇഷ്ടികപ്പടവുകൾ, നാണയഖനികൾ, കോട്ടമതിലുകൾ, കിടങ്ങുകൾ, കുതിരപ്പാതകൾ, വിളക്കുമാടങ്ങൾ തുടങ്ങിയവ കോട്ടയുടെ അവശിഷ്ടങ്ങളിൽ ഉൾപ്പെടുന്നു. കോട്ടയോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു ഗുഹയാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഗുഹയും സംരക്ഷിക്കപ്പെടുന്നില്ല. വരും തലമുറയ്ക്കായി കോട്ടയും ചരിത്രശേഷിപ്പുകളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനാസ്ഥ കൊണ്ടും അലംഭാവം കൊണ്ടും ഇത് ഒരു വിധത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളും ഇന്നുവരെ നടക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു ഉദ്ഖനനം പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് ഓരോ ദിവസം വൈകുന്നതോറും ഇത് നഷ്ടപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഉദ്ഖനന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഈ ഒരു വലിയ ചരിത്ര വസ്തുത നമ്മുടെ പുതിയ തലമുറക്ക് ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നാട്ടുകാർ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഈ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾ ഇഷ്ടം പോലെ ഇപ്പം ഇന്നലെയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കുട്ടികളാണ് വരുന്നത്. അത് പുതിയ തലമുറക്ക് ഈ ചരിത്ര നിർമ്മിതികൾ, പൈതൃകങ്ങളൊക്കെ കാണാൻ പല അപൂർവമായിട്ടുള്ള അവസരങ്ങളൊക്കെ പലതും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഇവിടം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വകുപ്പുകൾക്കും ഫറോക്ക് മുനിസിപ്പാലിറ്റിക്കും പലതവണ നാട്ടുകാർ നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഈ കോട്ടയുടെ നാശത്തിന്റെ തോത് വർദ്ധിക്കുകയാണ്. പുരാവസ്തു വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യം. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. വലിയ ടൂറിസം സാധ്യതയുള്ള ചരിത്ര സ്മാരകമാണ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പ്രദേശവാസികൾ അധികൃതരെ സമീപിച്ചെങ്കിലും അനക്കമുണ്ടായിട്ടില്ല. പ്രതികരണങ്ങളിലേക്ക്. ഇത് ഫറോക്കിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ നിരന്തരം വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഫറോക്കിൻ്റെ ചിലപ്പോൾ ലോക ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ രേഖപ്പെടുത്തിയ ഈ സാധനം ഫറോക്കിന് വലിയൊരു നേട്ടമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് ഇത്രത്തോളം ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇതിപ്പോൾ കിടക്കുന്ന അവസ്ഥയിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ലഹരി മാഫിയകളും മറ്റ് അനാശാസ്യ കേന്ദ്രങ്ങളുമായി മാറുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. പക്ഷേ നമ്മളതിന് വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം മുറവിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ഫറോക്കിൻ്റെ ടൂറിസം മേഖലകളിലേക്ക് ഒരു അത്യുജ്വലമായ ഒരു വളർച്ച കൂടി ഉണ്ടാവും ഇതൊന്ന് വികസിപ്പിച്ചെടുത്താൽ. ഈ ടിപ്പു കോട്ട ഈ അവസ്ഥ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ ഈ അനാസ്ഥ അത്രമാത്രം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംരക്ഷണം ടൂറിസം വകുപ്പിന് അറിയിച്ചുകൊണ്ട് ഇത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പല ആളുകളും ടൂറിസ്റ്റ് ആളുകൾ വന്നു പോകുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ പേടിയാണ്. ഇവിടെ നിൽക്കാൻ പറ്റുമോ? അത്രയും കാട് മൂടിക്കിടക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസം മേഖല കൊണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഫറോക്ക് മുനിസിപ്പാലിറ്റി. പക്ഷേ ഇവർ ആരും മരിച്ചിട്ടും ആരും ഈ ഒരു കാര്യങ്ങൾക്ക് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബിൽഡിംഗ് ഓണർമാരെ വരെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി എന്തെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ പോലും അതിന് പോലും ഇവിടെ പ്രശ്നങ്ങളാണ് വരുന്നത്.